Time pass. Time pass. ഉണ്ട്, തേനുണ്ട്, പൂവുണ്ട്, വണ്ടുണ്ട്, പ്രണയമുണ്ട്. പക്ഷെ ഈ പ്രണയം ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോണ്ടേ? യെസ് റൈറ്റ്. പ്രേമിക്കുന്ന പെണ്ണിന്റെ പ്രണയം എപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, അവളെ എപ്പോഴും വീഴ്ത്താൻ അവൾക്ക് ഇഷ്ടമുള്ള 10 വാചകങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ മതി. റേഡിയോ വാങ്കർ 91.9 ടൈം പാസിൽ ഈ നീന എല്ലാം എന്ന് ഉപദേശിക്കാം. വാചകം നമ്പർ 1. യു ആർ ഗോർജിയസ്. യുനോ, നീ സുന്ദരിയാണ് എന്ന് പറയുന്ന കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ കാണിച്ചാലോ ഞാൻ 1 കോടി രൂപ അങ്ങോട്ട് തരും. അതുകൊണ്ട് ആ സെന്റൻസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. വാചകം നമ്പർ 2. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണാണ് നീ എന്നങ്ങനെ കാച്ചിക്കോളാ. മുൻകാല പ്രേമം പെണ്ണിനോട് പറഞ്ഞ അളിയാ വഴക്കടിക്കുമ്പോ മറ്റവളുടെ പേര് ഉറപ്പായിട്ടും ഗേൾഫ്രണ്ട് എടുത്തിടും. വാചകം നമ്പർ 3. പ്രേമിക്കാൻ നിന്നേക്കാൾ നല്ല പെണ്ണിനെ എനിക്ക് ലൈഫിൽ കിട്ടൂല. അങ്ങനെ അങ്ങോട്ട് പറയാ. എപ്പോഴും പൊക്കി അങ്ങോട്ട് വിട്ടോളാ. ഗേൾസ് ജസ്റ്റ് ലവ് ഇറ്റ്, യു നോ. വാചകം നമ്പർ 4. നിനക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ലോകത്ത് നീ ആയിരിക്കും ഏറ്റവും നല്ല അമ്മ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ. മാതൃത്വം എന്ന് പറഞ്ഞാൽ അലിയാത്ത പെണ്ണില്ല മാഷേ. വാചകം നമ്പർ 5. നീ എന്റെ ജീവിത സഖിയാകുമോ? അങ്ങനെ ചോദിച്ചാ ഓൾക്ക് നമ്മളിലുള്ള വിശ്വാസം ഇങ്ങനെ കൂടും. നമ്മളാണല്ലോ അങ്ങോട്ട് മാരേജ് പ്രപ്പോസൽ വയ്ക്കുന്നത്. ഏത്? വാചകം നമ്പർ 6. എന്താ നിന്റെ അഭിപ്രായം? ഈ ഒരു സെന്റൻസ് ഗേൾസിന് ഭയങ്കര ഇഷ്ടാ. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും അവളുടെ അഭിപ്രായം ചോദിക്കുക. ഷീൽ ഫീൽ പ്രൗഡ് ആൻഡ് ഷീൽ ലവ് യു മോർ. വാചകം നമ്പർ 7. യു നോ വാട്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. കാമുകി അല്ലാതെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാണ്ടല്ലോ, അവളായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ വില്ലത്തി. ഫ്രണ്ട്സിനെ തമ്മിൽ തെറ്റിച്ചിട്ടേ അടങ്ങും ആശേ. വാചകം നമ്പർ 8. നിന്നെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവാനാണെന്നറിയോ. അങ്ങനെ ഒരു 2 ദിവസം കൂടുമ്പോ അങ്ങോട്ട് പറയാ. ഓവർ ആക്കരുത്, അപ്പൊ അവള് സംശയിക്കും. വാചകം നമ്പർ 9. എന്തൊരു അത്ഭുതം, ഞാൻ മനസ്സിൽ കരുതുന്നതെല്ലാം നിനക്കറിയാം. അങ്ങനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാ. ഗേൾസ് ജസ്റ്റ് ലവ് ഇറ്റ്, യു നോ. നമ്മുടെ മനസ്സറിയാവുന്ന ആളാണല്ലോ നമ്മുടെ ക്ലോസസ്റ്റ് പേഴ്സൺ ഇൻ ലൈഫ്. ഷീ ലവ് ഇറ്റ്. വാചകം നമ്പർ 10. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെന്റൻസ്, ഐ ലവ് യു. വൗ, അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? എസ്പെഷ്യലി സ്നേഹിക്കുന്ന ആള് ഐ ലവ് യു എന്ന് പറഞ്ഞു കേൾക്കാൻ പുരാണങ്ങളിലെ സതീദേവിയൊക്കെ പോലും തപസ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോ പരമശിവനൊന്നുമല്ലല്ലോ, ചുമ്മാ പറഞ്ഞു കൊടു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഡേറ്റിങ്ങിന് വിളിക്കുമ്പോ പെൺകുട്ടിയെ റോഡിൽ കാത്തു നിർത്തിക്കരുത്. യു ഹാവ് ടു ബി ഇൻ ടൈം. ഇനി ഓള് 10 മിനിറ്റ് ലേറ്റ് ആയാലും ചൂടാവാനേ പാടില്ല. പ്രണയം കണ്ണിൽ നിറച്ച് അവളോട് ചോദിക്കുക.